ജോൺ ഒരു പരാതിയില്ല, ഗണേഷ് കുമാറിന്റെ ജീവിത പങ്കാളി ഒത്തുതീർപ്പായി എന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്നു. അവർ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ എനിക്ക് പരാതി ഇല്ല എന്നും പറയുമ്പോൾ നിയമപരമായ സാങ്കേതികത്വം ഒഴിവാവുകയാണ്. മന്ത്രിസഭയിൽ കെ.പി. ഗണേഷ് കുമാർ തുടരണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് തുടരാൻ ഏതെങ്കിലും തടസ്സം ഇപ്പോൾ ഇല്ല. രാജി ആവശ്യപ്പെടുക എന്നുള്ളത് ധാർമ്മികതയുടെ ടേംസിലാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ആ രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അഭിലാഷേ, ഇവിടെ പരാതി ഇല്ല എന്ന് പറയുന്നത് ഇന്ന് നേരം വെളുത്തതിന് ശേഷമാണ് അല്ലേ? ഇന്നലെ പരാതി ഉണ്ടായിരുന്നല്ലോ. 112 വിളിച്ച് പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പരാതി ഉണ്ടായിരുന്നല്ലോ. പോലീസ് വന്നിട്ട് ഒഴിഞ്ഞു മാറി. അതിനുശേഷം പിങ്ക് പോലീസ് വന്നപ്പോഴും പരാതി ഉണ്ടായിരുന്നല്ലോ. മന്ത്രിയുടെ ഭാര്യയുടെ ദേഹോപദ്രവം ചെയ്ത് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചവന്റെ പേരാണ് ഏറ്റവും തമാശ. എന്തായിരുന്നു അയാളുടെ പേര്? ശാന്തനാണത്രേ. മന്ത്രിയുടെ ഭാര്യ ദേഹോപദ്രവം ചെയ്ത് മൊബൈൽ പിടിച്ചു വാങ്ങാൻ നോക്കുന്നത്. മന്ത്രി അശാന്തനായിട്ട് റൂമിനകത്ത് പ്രത്യേക സാഹചര്യത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എടുക്കുന്ന ചിത്രങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശാന്തൻ അതിക്രമം നടത്തി. അപ്പോൾ അതിൽ പരാതി ഉണ്ടായിരുന്നില്ല അന്നേരം. പോലീസ് പിങ്ക് പോലീസിനെ വിളിച്ചപ്പോഴോ 112 വിളിച്ചപ്പോഴോ FIR ഇട്ടോ കേസെടുത്തോ? സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, കരക്കമ്പികളും കേട്ടുകൾവിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് പരാതിക്കാരെ തപ്പി നടന്ന ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിലുണ്ടല്ലോ. PT കുഞ്ഞുമോഹനെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ പരാതി വന്നിട്ട് 13 ദിവസം തലയണയ്ക്കടിയിൽ വെച്ച് കിടന്നുറങ്ങിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി. സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം പരാതി ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല, അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരാതി പരസ്പരം മാപ്പ് കൈമാറി തീർത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു മന്ത്രിയെ കുറിച്ചിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ധാർമ്മികമായ ചില ചോദ്യങ്ങളുണ്ട്. ഈ ധാർമ്മികത LDF നേതാക്കന്മാർക്ക് ബാധകമല്ല എന്നാണോ? കേരളത്തിൽ 4717 KSRTC ബസ്സുകൾ ഉണ്ടെന്നാണ് KSRTC വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത്. അതിൽ 97,700 താഴെയുള്ള ബസ്സുകൾക്കൊന്നും പെർമിറ്റും ഇൻഷുറൻസും ടാക്സും അടച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പൊ 4717 ബസ്സുകൾ ഓടിക്കുന്ന മന്ത്രിക്ക് 5000-ലധികം പ്രണയങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ മാത്രം ധാർമ്മിക ച്യുതി സംഭവിച്ചിട്ടുള്ള സമൂഹമല്ല കേരളത്തിലെ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? മന്ത്രിയുടെ വകുപ്പിൽ കീഴിലുള്ള 9700 താഴെയുള്ള ബസ്സുകൾക്കൊന്നും പെർമിറ്റും ടാക്സും ഇൻഷുറൻസും ഇല്ലെന്ന് പറയുമ്പോൾ മന്ത്രിക്കും ഇതുപോലെ ഇതെല്ലാം ടാക്സും ഇൻഷുറൻസും ഒന്നും ഇല്ലാതെ, യാതൊരു ധാർമ്മികതയുടെ ബാധ്യതയും ഇല്ലാതെ ഒക്കെ തുടരാമെന്നാണ് പറയുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ബാധകമായിട്ട് CPM അംഗീകരിച്ചു തരുമോ? ഇവരുടെ മന്ത്രിമാരുടെ കിടപ്പ് മുറിയിലേക്ക് വലിയ ഗതാഗത കുരുക്കാണ് പരസ്ത്രീകളുടെ. അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും കടന്നു വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് ചിത്രമെടുക്കുന്ന ഭാര്യയെ ശാന്തൻ എന്നു പേരുള്ള സ്റ്റാഫിനെ കൊണ്ട് അതിക്രമം ചെയ്യിപ്പിക്കുന്നു. ഇതിൽ പരാതി വേണ്ടേ? CPMന്റെ പ്രഖ്യാപിത നിലപാടെന്താ? ഇന്നലെ രാത്രി കൊണ്ട് അത് പറഞ്ഞു തീർപ്പിച്ചിട്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഗണേഷ് കുമാറിനെ ക്ഷണിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പഴയ സ്റ്റേറ്റ്മെന്റുകളൊന്നും ഓർത്തു നോക്കണം. പറ്റുമെങ്കിൽ ഒന്ന് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. ഇത് സോഷ്യൽ മീഡിയ കാലം കൂടിയാണല്ലോ. സോഷ്യൽ മീഡിയയിലെ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ആർജവമുള്ള ഒരു മന്ത്രി, അതിലെ അത്തരത്തിലുള്ള ആർജവത്തിനെ ഒന്നും നമ്മൾ അംഗീകരിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ സ്വന്തം മുന്നണിയിൽ സ്വന്തം കൂടെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന മന്ത്രിയെ കുറിച്ച് വരുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോ ജയചന്ദ്രൻ സാർ കുറെ കഥ പറഞ്ഞു, അങ്ങനെയല്ല ഇങ്ങനെയല്ല പരാതിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് പിണറായി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഗണേശനെ രാജിവെപ്പിച്ചത്. അതൊരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് രാജിവെച്ചതിന്റെ പേരിലാണ് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിട്ട് ആ മനുഷ്യന്റെ, നീതിമാനായ മനുഷ്യനെ കല്ലെറിഞ്ഞ് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത്. അതിന്റെ അന്ന് ആ കത്തിന് നീളം കൂട്ടിയതിന്റെ പ്രത്യുപകാരമാണ് ഇന്ന് ഗണേശന് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനം. അന്ന് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിയതിന്റെ പലിശയാണ് ഈ മന്ത്രിസ്ഥാനം. ഇതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആത്മയുടെ ആജീവനാന്ത പ്രസിഡന്റായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ ആക്ഷേപം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നു. എന്ത് നടപടി ഈ സർക്കാർ എടുത്തു? ഇതേ ഗണേഷിനെയും ഇത് സമാനമായ ആക്ഷേപം നേരിടുന്ന മുകേഷിനെയും 2 കൈകൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അവൾക്കൊപ്പം എന്ന്. ഇത് അവൾക്കൊപ്പമല്ല. LDF നേതാക്കന്മാർ പ്രതികളല്ലാത്ത സാഹചര്യത്തിൽ അവൾക്കൊപ്പം, അല്ലാത്തപ്പോഴൊക്കെ ഇവന്മാർക്കൊപ്പം, ഈ തോന്നിവാസികൾക്കൊപ്പം. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണ്ടേ? മുൻ ഭാര്യ യാമിനി തങ്കച്ചി, സ്വന്തം സഹോദരി, സ്വന്തം പിതാവ്, നാട്ടില് ഇയാളുമായിട്ട് ഇടപെടുന്ന മുഴുവൻ സ്ത്രീകളും ഒരുപോലെ ആക്ഷേപം ചൊരിയുന്ന ഒരു മന്ത്രിയെ മന്ത്രിസഭയെ ചുമന്നുകൊണ്ടാണ് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ചായക്കപ്പ് ചന്ദ്രനിലേക്ക് പൊക്കി പിടിക്കുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക പിണറായി വിജയനോട്. VS അച്യുതാനന്ദൻ പറഞ്ഞ, PK ശ്രീമതി പറഞ്ഞ, പിണറായി വിജയൻ തന്നെ പതിറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ, ഒരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ ആക്ഷേപങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് വേണം ഗണേശനെ സ്വന്തം മന്ത്രിസഭയിൽ ഇരുത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി.